ഹലോ, കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്. പിന്നെ എന്തായാലും ഏരിയ ഓഫ് എ ട്രപ്പീസിയം ആണ് കേട്ടോ. ഇതോടെ ട്രപ്പീസിയം ടീച്ചറിൻ്റെ സ്റ്റുഡൻസിനൊക്കെ എപ്പോഴും ഡൗട്ട് വരുന്നത് ട്രപ്പീസിയം എന്തായാലും 4 സൈഡഡ് പോളിഗൺ ആണ്. ഓക്കെ, ഇറ്റ്സ് എ ക്വാഡ്രിലാറ്ററൽ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അതായത് ടീച്ചർ ഇപ്പോൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ക്വാഡ്രിലാറ്ററൽ 4 സൈഡഡ് പോളിഗൺ അല്ലേ. ഇവിടെയാണെങ്കിൽ ഈ ഓപ്പോസിറ്റ് ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലാണ്. ഞാൻ പാരലായിട്ടാണ് വരച്ചേക്കുന്നത്. പാരലാണെന്നത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സിമ്പിൾ കൊടുക്കാം അല്ലേ. അപ്പോൾ ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലായിട്ടുള്ള ക്വാഡ്രിലാറ്ററലിനെയാണ് ട്രപ്പീസിയം എന്ന് പറയുന്നത്. അപ്പോൾ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ ടീച്ചർ നേരത്തെ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ കാണണം. ഓക്കെ ഓക്കെ ഇനി ക്വാഡ്രിലാറ്ററൽ ഉണ്ടല്ലോ അവിടെ, ഏരിയ ഓഫ് എനി ക്വാഡ്രിലാറ്ററൽ. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്കറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ക്വാഡ്രിലാറ്ററിനെ 2 ട്രയാങ്കിൾ ആക്കിയിട്ട് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് എടുക്കും. അപ്പോൾ ക്വാഡ്രിലാറ്ററിന് ഒരു പ്രത്യേക ഫോർമുലയായിട്ട് അത് ഇപ്പോഴത്തെ ന്യൂ സിലബസിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാ ഫോർമുലയും കൂടെ കൺഫ്യൂസ്ഡ് ആക്കണ്ട എന്നുള്ളതാണ്ടായിരിക്കാം. അപ്പോൾ എനിവേ നമുക്ക് ഏത് ഫിഗറും, ഇത് ക്വാഡ്രിലാറ്റർ ആയാലും പെൻറ്റഗൺ ആയാലും ഒക്കെ, നമുക്ക് പെൻറ്റഗൺ ആയാലും അതിന് ഡിഫറെൻറ്റ് ട്രയാങ്കിൾസ് ആക്കിയിട്ടോ. സി ഇവിടെ നമുക്ക് ഇതാ ഒരു ട്രയാങ്കിൾ, ഈ 3 ട്രയാങ്കിളിൻ്റെ ഏരിയയും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടും. അതല്ലതാ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ കിട്ടി, സി ഇവിടെ ഒരു റെക്റ്റാങ്കിൾ, ഇവിടെ ഒരു ട്രയാങ്കിൾ, ഇത് രണ്ടിൻ്റെ ഏരിയ ആഡ് ചെയ്താലും കിട്ടും. ഇനിയിപ്പോൾ ഇത് രണ്ടും പാരലാണ്, ഇത് പാരലല്ലാതെ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് എന്തുവാണ്, ഈ ഫിഗർ ട്രപ്പീസിയമാണ്. അപ്പോൾ ഈ ട്രപ്പീസിയത്തിൻ്റെ ഏരിയയും ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ ഏരിയ ഓഫ് ദിസ് പെൻറ്റഗൺ കിട്ടും. അപ്പോൾ ആ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ ഫോർമുല പഠിച്ചു വെക്കണം. അതിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഏരിയ, അതിൻ്റെ ഫോർമുല എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് വെച്ചാൽ, ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഡയഗണൽ വരയ്ക്കുക. ഡയഗണൽ എന്തുവാണ്, ഓപ്പോസിറ്റ് വെർട്ടിസസ് ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഡയഗണൽ കിട്ടുന്നത്. ഞാനിപ്പോൾ ഡിയും ബിയും ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് വെർട്ടിസസ് ആണ്, ഡിയും ബിയും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു ഡയഗണൽ കിട്ടും. നമ്മുടെ ട്രപ്പീസിയം 2 ട്രയാങ്കിൾ ആയിട്ട് മാറും അല്ലേ. ഓക്കെ, ഇപ്പൊ 2 ട്രയാങ്കിൾ ആയിരുന്നു. അപ്പോൾ ഈ 2 ട്രയാങ്കിളിന്റെ ഏരിയയുടെ ഫോർമുല നമുക്കറിയാം, ഹാഫ് ബി എച്ച് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ 2 ട്രയാങ്കിളിന്റെ കൂടെ ഏരിയ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇനി ഈ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്തുകൊണ്ടാണ്, നമ്മൾ 2 ട്രയാങ്കിളിന്റെ ഹൈറ്റ് സെയിം ആണ്. നമ്മൾ എങ്ങനെയാ ഹൈറ്റ് ഓഫ് എ ട്രയാങ്കിൾ പറയുന്നത്, ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ സൈഡ് ബേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് വെർട്ടെക്സ് എന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻ സെഗ്മെന്റ്, ഓക്കെ, അതിനാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കുക. അതേപോലെ നമ്മളിപ്പം ഒരു ഏത് ട്രയാങ്കിളുടെ ഇതൊരു ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ അല്ലേ. ഈ ഒബ്റ്റ്യൂസ് ട്രയാങ്കിളിന് ഈ സൈഡ് ബേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഓപ്പോസിറ്റ് വെർട്ടെക്സ് എന്നുള്ള ഹൈറ്റ് നമ്മൾ എങ്ങനെ ആയിരിക്കും, അപ്പോൾ ഇവനെ ഒന്ന് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും അല്ലേ. എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇത് വരച്ചിട്ട് ഇതാണ് അതിൻ്റെ ഹൈറ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പം അതേപോലെ ഈ 2 ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് സെയിം ആണ്. ഓക്കെ, നമുക്കൊരു ഫോർമുല കിട്ടണം. ഈ ഫോർമുല കിട്ടാൻ വേണ്ടി നമ്മൾ ഈ പാരലൽ സൈഡ്സിനെ എ എന്നും ബി എന്നും കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് B1 B2 എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം, XY ഒക്കെ കൊടുക്കാം. ഞാനിപ്പോൾ എയും ബിയും കൊടുത്തേക്കാണ്. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് ട്രപ്പീസിയം ABCD is equal to ഏരിയ ഓഫ്, ഈ ട്രപ്പീസിനെ ട്രപ്പിസോയിഡ് എന്നും പറയും കേട്ടോ. ട്രപ്പീസിയം ഇസഡും കൊടുക്കാം എസും കൊടുക്കാമേ, ZIUM. ഏരിയ ഓഫ് ട്രപ്പീസിയം ABCD is equal to ഏരിയ ഓഫ് ട്രയാങ്കിൾ, ഈ ട്രയാങ്കിൾ ABD പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളിന്റെ പേര് എന്തുവാ, DBC. DCB എന്നാണെങ്കിലും പറയാം, DBC. അപ്പോൾ ഈ 2 ട്രയാങ്കിളിന്റെ കൂടെ ഏരിയ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈസ് ഈക്വൽ ടു, ഇനി ഈ ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് നോക്കാം. ഈ ട്രയാങ്കിളിന്റെ ഏരിയ ഞാനിപ്പോൾ ഈ സൈഡ് ബേസ് ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഫോർമുല എന്താണ്, ഹാഫ് ബേസിന്റെ ഹൈറ്റ് ആണ്. ഇതിന്റെ വീഡിയോ കാണുന്നിടത് കേട്ടോ. ഓക്കെ, ഹാഫ് ബേസ് എന്ന് പറയുമ്പോഴത്തെ AB തന്നെ ഞാൻ കൊടുക്കുന്നത് കേട്ടോ. ഹാഫ് ഇൻറ്റു ബേസിനോട് ആദ്യം ഞാൻ AB കൊടുക്കുന്നത്, AB ഇൻറ്റു ഇനി ഹൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് D ആണ്, അതിൽ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻ സെഗ്മെന്റ്. ഓക്കെ, അപ്പം
രണ്ട് ട്രയാങ്കിളിന്റെ ഹൈറ്റ് സെയിം ആയിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിനെ എച്ച് ഹൈറ്റ് എച്ച് എന്ന് കൊടുക്കുകയാണ് കേട്ടോ. ഹൈറ്റ് എച്ച്. അപ്പോൾ എച്ച് ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡി ബി സി. ഇനി ഈ ഡി ബി സിയുടെ ബേസ് ഞാൻ ഈ സൈഡായിട്ട് എടുക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഈ ട്രപ്പീസത്തിന്റെ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ ഈ പാരലൽ സൈഡ്സ് പല ക്വസ്റ്റ്യനിലും പാരലൽ സൈഡ്സും കാണും ഹൈറ്റും കാണും ഏരിയ കണ്ടുപിടിക്കണം. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ പാരലൽ സൈഡ്സ് ആണ് ബേസ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ഈ സൈഡ് ബേസ് ആയിട്ട് എടുക്കുകയാണ്. അപ്പൊ ഹാഫ് ബേസ് അവിടെ സി ഡി ആണ്. സി ഡി ഇൻറ്റു ഇനി ഇതിന്റെ ഹൈറ്റ്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ഇതാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യും? ഓപ്പോസിറ്റ് വെർട്ടെക്സ് എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ ലൈന് ഞാൻ അങ്ങനെ റഫായിട്ട് വരയ്ക്കാമേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ. അപ്പൊ ആണ് ഈ ഹൈറ്റ് സെയിം തന്നെയല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയും രണ്ട് ട്രയാങ്കിളിന്റെ ഹൈറ്റ് സെയിം ആണെന്ന്. ഓക്കെ. അപ്പൊ അതിന്റെ ഹൈറ്റും എച്ച് തന്നെയാണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ റെന്റ് കൊടുക്കുകയാണ്. ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നില്ല. ഇവിടെ രണ്ട് ഹാഫും സെയിം ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്താൽ രണ്ടിലും കോമൺ ആയിട്ട് ഏതാ വരുന്നത്? രണ്ടിലും കോമൺ ആയിട്ട് ഹാഫ് എച്ച് വരുന്നുണ്ട്. ഹാഫ് ഇൻറ്റു എച്ച് ഇൻറ്റു ഇനി ബ്രാക്കറ്റ് കൊടുക്കണം. അവിടെ ഇൻറ്റു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ. ഹാഫ് എച്ച് ഇൻറ്റു എ ബി പ്ലസ് ഇവിടെ എ ബിയും സി ബി ആണ് കോമൺ അല്ലാതെ ഉള്ളത്. ഓക്കെ. ഇസ് ഈക്വൽ ടു ഹാഫ് എച്ച് ഇൻറ്റു ഈ എ ബിയും സി ഡി എന്ന് പറയുന്നത് എ ബിക്കും സി ഡിക്കും പറയും എയും ബിയും കൊടുക്കുന്നു. എ പ്ലസ് ബി. ചില ടീച്ചർമാർ B1 + B2 എന്നൊക്കെ കൊടുക്കും. B1 B2 എങ്ങനെ വേണമെങ്കിലും എക്സ് വൈ വേണമെങ്കിലും കൊടുക്കാം. സാധാരണ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തൊക്കെ ഈ ഫോമുല തന്നെയാണ് കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ ട്രപ്പീസ്യത്തിന്റെ ഏരിയയുടെ ഫോമുല ഹാഫ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി. ഓക്കെ. അപ്പൊ ഇങ്ങനെ തന്നെ ഒരു 10 പ്രാവശ്യം എഴുതി പഠിക്കണം കേട്ടോ. അപ്പൊ ഈസ് ഈക്വൽ ടു ഹാഫ് എച്ച് ഇൻറ്റു ഇതെന്താണ്? സം ഓഫ് പാരലൽ സൈഡ്സ്. സം ഓഫ് ദ പാരലൽ സൈഡ്സ്. സം ഓഫ് ദ പാരലൽ സൈഡ്സ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ തന്നെ ഫോമുല എഴുതി പഠിക്കണേ. ഹാഫ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി. അപ്പൊ ഈ ഹൈറ്റ് തന്നേ ട്രപ്പീസത്തിന്റെ ഹൈറ്റ് തന്നേക്ക് പാരലൽ സൈഡ്സും തന്നാൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഹാഫ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി. ഓക്കെ. അപ്പൊ ഇനി അടുത്തതാണെങ്കിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ. അവിടെ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏരിയ ഓഫ് ട്രയാങ്കിളിന് നമുക്ക് ഏരിയ ഓഫ് റെക്ടാങ്കിൾ വേണം കേട്ടോ. ഏരിയ ഓഫ് റെക്ടാങ്കിളിന് വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അത് കാണണം. ഓക്കെ. ഏരിയ ഓഫ് റെക്ടാങ്കിൾ, ഏരിയ ഓഫ് ട്രയാങ്കിൾ കാണണം. ഇനി അടുത്തത് ഏരിയ ഓഫ് പാരലോഗ്രാം ആണ്. ടീച്ചർ എല്ലാത്തിൻ്റെ ഫോമുലയും ഇട്ട് കഴിഞ്ഞിട്ട് ആ പ്രോബ്ലംസ് എല്ലാം ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ. ബൈ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.